ബിഗ് ബോസ് സിബിനെ പുറത്താക്കുമോ? കാരണം അമ്മാതിരി ലെവലിൽ സിബിൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കും ബിഗ് ബോസ് എന്നുള്ള ലക്ഷ്യത്തിൽ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യവും സിബിൻ കേൾക്കുന്നില്ല. കാരണം സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് സിബിനെ ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ എനിക്ക് മെൻ്റൽ ട്രോമ വരും, എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലെ വരും. പക്ഷേ എന്നിട്ട് ഈ ബിഗ് ബോസ് ടീം എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഒരാൾ ഇത്രയധികം കഷ്ടപ്പെട്ട് പറയുമ്പോൾ ജാസ്മിന് മുമ്പ് ഇതുപോലെ പറഞ്ഞിരുന്നു. അന്നും ജാസ്മിനെ പറഞ്ഞ് ബിഗ് ബോസ് കൺവിൻസ് ചെയ്ത് പിടിച്ചു നിർത്തി. ഇപ്പോഴും സിബിൻ്റെ അവസ്ഥയാണ്. ഇതൊരു ഷോ തന്നെയാണ്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഓക്കെ. പക്ഷേ ഒരാൾക്ക് അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യവും നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് എന്ത് വരുവാണെങ്കിലും നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് കണ്ടന്റ് ആണ്, TRP ആണ് മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ മെൻ്റൽ സ്റ്റാറ്റസിന് ഒട്ടും വില കൽപ്പിക്കാത്ത രീതിക്ക് കാണിക്കുന്നത് വളരെ മോശം. അത് ജാസ്മിൻ അല്ല, ഗബ്രി അല്ല, സിബിൻ അല്ല, ജിൻഡോ അല്ല, ആരായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അത്രയധികം അവർ വാശി പിടിക്കുമ്പോൾ എസ്പെഷ്യലി ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യവും കേൾക്കില്ല. അങ്ങനെയെങ്കിൽ എന്നെ പിടിച്ചൊന്ന് പുറത്താക്കട്ടെ, എനിക്ക് അത്രത്തോളം എനിക്ക് വയ്യ, മതിയായി, എന്നെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് കേൾക്കുന്നില്ല. സിബിൻ പുറത്താവുമോ? കാരണം ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യവും സിബിൻ അനുസരിക്കാതെ ചലഞ്ചിങ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് നിൽക്കുന്നത്. സോ എന്തായാലും സിബിൻ പുറത്താവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും പുറത്തായിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇന്ന് എന്താ നടന്നു എന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഗബ്രി വീണ്ടും പവർ റൂമിൽ കയറി. ഗബ്രി നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ്. കാരണം ഗബ്രിക്ക് നോമിനേഷൻ ഫേസ് ചെയ്യാൻ മടിയാണ്. വീണ്ടും ഇപ്പം ഗബ്രി നോക്ക് നോമിനേഷൻ ഫ്രീ ആയി. ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരണം. ട്വിസ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് പറയണം, അടുത്ത ആഴ്ച എന്തായാലും ട്വിസ്റ്റ് വരും, ഉറപ്പായിട്ട് അടുത്ത ആഴ്ച ട്വിസ്റ്റ് വരും. കാരണം 50ാമത്തെ ഡേ ആണ്. പവർ റൂമിൽ ആർക്കും സുഖിച്ചിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും നോമിനേഷനിൽ വരുന്ന ആദ്യത്തെ വീക്കെൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തമിഴ് ബിഗ് ബോസിലൊക്കെ അങ്ങനെയായിരുന്നു 50th ഡേയിൽ. അപ്പോൾ എന്തായാലും വരും. ഈ ആഴ്ചയും കൂടെ തന്നെ എല്ലാവരുടെയും നെകളിപ്പ്. 50 ഡേ കഴിഞ്ഞാൽ ഇത് ഓടൂല, പവർ റൂം കൺസെപ്റ്റ് ഓടൂല, ആൾ കുറഞ്ഞു പോകും. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ സിബിനോട്. ഈ കണ്ടീഷനൊക്കെ കണ്ടിട്ട് സിബിനെണ്ണ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ഒന്നുമില്ല. അവർ തമ്മിൽ ഒരു സെറ്റ് ആവുന്നു, പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആവുന്നു. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചു വരുത്തി. ഇത് 7ാമത്തെ ആഴ്ചയാണ്, നിങ്ങൾക്ക് ഉഷാറാവണ്ടേ, ഉഷാറല്ലേ എന്നെല്ലാം ചോദിക്കുന്നു. ഈ ആഴ്ച കഴിഞ്ഞാൽ 50ാമത്തെ ഡേ ആണ് വരാൻ പോകുന്നത്. ആവേശം വേണം, കടുത്ത മത്സരമാണ് വരാൻ പോകുന്നത്. ക്യാപ്റ്റൻ്റെ അധികാര കൈമാറ്റം നടത്തുക. ജിൻഡോ ബാൻഡ് ശ്രീധുവിന് കെട്ടിക്കൊടുക്കുന്നു. ശ്രീധു ക്യാപ്റ്റനായിട്ട് മാറുന്നു. പദ്ധതികൾ എന്തൊക്കെയാണ് ശ്രീധു? ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള റൂൾസ് എല്ലാം തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്റ്റോർ റൂമിൻ്റെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ ആരും പോവണ്ട. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കും. പവർ ടീം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കില്ല, ബാക്കിയുള്ളവരുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. അതുപോലെ പവർ ടീം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കും. പാർഷ്വാലിറ്റി ഇല്ലാതെ ഞാൻ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും, എന്നാലും പോസിറ്റീവ്സ് ഞാൻ കൂടുതൽ ഇവിടെ നിറയ്ക്കും. ഒരു ഇൻട്രപ്ഷൻ ഇവിടെ ലിവിങ് റൂമിൽ വന്ന് നിൽക്കുമ്പം ആദ്യം മുതൽ ഏത് ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാലും ഇൻട്രപ്ഷൻ ഉണ്ടാവും. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഇൻട്രപ്റ്റ് ചെയ്യരുത്. ലിവിങ് റൂമിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആരും ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ പവർ റൂം ചെയ്ത് കഴിഞ്ഞാലും ആര് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അതിന് പണിഷ്മെൻറ്റ് തരും. ലിവിങ് റൂമിൽ വന്ന് സംസാരിച്ച് ശ്രീതു കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എത്ര പേര്, ഓരോ ടീമിലും എത്ര പേര് വീതം ഉണ്ടെന്ന് ചോദിക്കുകയാണ് ബിഗ് ബോസ്. നെസ്റ്റിൽ 5 പേര്, ഡെന്നിൽ 4 പേര്, ടണലിൽ 2 പേര്, പവർ റൂമിൽ 3 പേര്. ടണലിൽ ഓൾറെഡി 3 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ശ്രീരേഖ പവർ റൂമിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അടുത്ത് ശ്രീധു പറയാണ്, ജിൻഡോയും സിബിനെ എങ്ങോട്ട് ഇടുന്നു? ജിൻഡോയും സിബിനെയും ഞാൻ പിടിച്ച് ടണൽ റൂമിലേക്ക് ഇടുന്നു എന്ന് പറയുകയാണ്. ഈ ടണൽ റൂമിലുള്ളത് ആരാണ്? ജാസ്മിനും അൻസിബയാണ്. ഇതെന്തായാലും ഒരു അടി നടക്കും. 2 ദിവസം കഴിഞ്ഞ് സിബിനും ജിൻഡോയും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി നടക്കും. അതേസമയം ഇവർ അടി നടക്കാതെ ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും. അത് വേറൊരു കാര്യമാണ്. അടുത്ത് ഡെൻ റൂമിനെ പിടിച്ച് നെസ്റ്റ് ആക്കുന്നു, നെസ്റ്റിനെ പിടിച്ച് ടണലാക്കുന്നു, ടണലിനെ പിടിച്ച് ഡെന്നാക്കുന്നു, റൂമുകൾ മാറ്റുന്നു. എന്നിട്ട് പുതിയ ടീം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീമുകളൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഈ ജിൻഡോയുടെയും സിബിൻ്റെയും കേസേ മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എക്സാക്ട് സെയിം ആണ്. അപ്പം ഡെന്നിൽ അൻസിബ, ജാസ്മിൻ, സിബിൻ, ജിൻഡോ ഇവർക്ക് കുക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജിൻഡോ ക്യാപ്റ്റനാണ്. അപ്പോഴേ ജാസ്മിൻ അയ്യോ ക്യാപ്റ്റനാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നുണ്ട്. അടുത്ത ടണൽ ടീം അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, സായി, നന്ദന, നോറ, ഇവർ 5 പേരാണ്. ഇവർക്ക് ഫ്ലോർ ക്ലീനിങ് ആണ് കൊടുക്കുന്നത്. സായി ക്യാപ്റ്റനാണ്. അടുത്ത് നെക്സ്റ്റ് ടീം റസ്മിൻ, അപ്സര,
ഗബ്രി, അർജുൻ ഇവർക്ക് കൊടുക്കുന്നത് ടോയ്ലറ്റ് ആണ്. അതിനകത്ത് അർജുൻ ക്യാപ്റ്റനാണ്. പവർ റൂമിൽ ശ്രീരേഖ, ഋഷി, ശരണ്യ. ബിഗ് ബോസ് പറയുന്നത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് കൂടി അവസരമുണ്ട്. ആർക്കൊക്കെ പവർ റൂമിൽ പോകാൻ താല്പര്യമുണ്ട് എഴുന്നേക്കൂ, കൈവെക്കാൻ പറയുന്നു. അപ്പോൾ ആദ്യം കൈവെക്കുന്നത് ജിൻഡോ, അഭിഷേക്, ജയദീപ്, നന്ദന. അപ്പോൾ ഗബ്രി കൈവെക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കാൻ പറയുമ്പോൾ ഗബ്രിയും കൂടെ എഴുന്നേക്കണം. അപ്പോൾ തന്നെ ഗബ്രിയുടെ മുഖഭാവം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നോമിനേഷൻ പേടിയാണെന്നുള്ളത്. അതിനുശേഷം സിബിൻ മാത്രം മാറിപ്പോയിട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയിട്ട് ഒരു മത്സരം വരുന്നുണ്ട്. അതിനകത്ത് ആരാണോ വിജയിക്കുന്നത് അവർ പവർ റൂമിൽ കയറുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നിട്ട് സിബിൻ പോയി ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പോയിട്ട് സിബിൻ കാക്ക ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കാരണമാണോ? നീ കാരണമൊന്നുമല്ല, ഇവിടുത്തെ ആര് കാരണമല്ല, ഞാൻ എൻ്റെ മെൻ്റൽ ട്രോമ പുറത്ത് ഇനിയും പണ്ടത്തെ കാര്യങ്ങൾ എനിക്ക് വീണ്ടും വരുമോ എന്നുള്ള പേടി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇല്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല, സോറി സിബിൻ കാക്ക, നീ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതെല്ലാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ വന്നോ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം കളഞ്ഞ് വീണ്ടും നമുക്ക് മുന്നോട്ട് പോവാമേ, വേണ്ട എനിക്ക് ഇവിടെ നിന്ന് പോകണം ജാസ്മിൻ, എനിക്ക് പോകണം, അങ്ങനെ പറയില്ലേ, ഞാനും പോകണം എന്ന് പറഞ്ഞ് നിന്നതല്ലേ, അതുപോലല്ല ഇത്, അതുപോലല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് പറ്റൂല, എന്നെക്കൊണ്ട് ഇനി ഇവിടെ ഗെയിം കളിക്കാൻ പറ്റൂല, എങ്ങനെ ഗെയിം കളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ് ജാസ്മിൻ, എനിക്ക് ഇവിടെ നിന്ന് പോകണം ജാസ്മിൻ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രീതു തുടക്കത്തിലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സിബിന് പോകാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല. പക്ഷേ ശ്രീതു സിബിനെ പിന്നാലെ പോയി കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് തുടക്കത്തിലെ തന്നെ. പുത്തനച്ചി പരപ്പറം തുടക്കും പോലെ ആവുമോ എന്നറിയില്ല. അതിനുശേഷം ഗബ്രി, അഭിഷേക്, ജയദീപ്, ജിൻഡോ, നന്ദന ഇവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു. പ്ലാസ്മ ടിവിയിലൂടെ വീട്ടുകാർക്ക് ലിവിംഗ് റൂമിൽ നിന്ന് കാണാം. സിബിൻ ഇതൊന്നും കാണാൻ നിൽക്കുന്നില്ല. സിബിൻ നേരിട്ട് എഴുന്നേറ്റ് ബാത്റൂമിനകത്ത് പോയി വാതിൽ കൊട്ടി അവിടെ ഇരിക്കുകയാണ്. ശ്രീതു പോയിട്ട് സിബിൻ ചേട്ടാ, സിബിൻ അണ്ണ തുറക്ക്, വാതിൽ തുറക്കണ്ണ, അണ്ണാ തുറക്കണ്ണ, ഇങ്ങനെ ഇരുന്നൂടണ്ണ, പ്രശ്നമാണ് എന്നാ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട്. സിബിൻ മെൻ്റൽ പ്രഷറാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടട്ടെ എന്നുള്ള ഒരു മൈൻഡാണ്. ഇനി ഗെയിമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നിങ്ങൾക്കൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ആക്ടിവിറ്റി ഏരിയയിലുള്ളവർക്ക് കഥ കേട്ടിട്ട് ഞാൻ ചോദ്യം ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ആരാണോ ഉത്തരം തരുന്നത് അവർ കൂടുതൽ ഉത്തരം തരുന്ന ആൾ പവർ റൂമിൽ പോവും. ചർച്ച ചെയ്യാൻ പാടില്ല, എങ്കിൽ അവർ ഔട്ടാവും എന്ന് പറയാണ്. എൻ്റെ പൊന്നെ, ഒരു 1.5 കഥയാണ്, കണക്കിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി. അത് ഞാൻ കുറച്ച് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു തരാം. വിശാലാക്ഷിയുടെ മകളുടെ മകൻ കോമളാങ്കൻ 4 പശുക്കളും 6 ആടുകളുമായി കുന്നൻ ചെരുവിലെ 7 അടി ഉയരത്തിൽ മുള്ളുവേലി കെട്ടി തിരിച്ചതിൻ്റെ വലതുവശത്തുള്ള പാതയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ 2 കുട്ടിയാനകളും 3 പിടിയാനകളും കുറ്റിക്കാട്ടിലേക്കും അഘോര ഗുഹയിലേക്ക് 3 പിടിയാനകളും അങ്ങനെ എന്തൊക്കെയുണ്ട് മുള്ളുവേലിയുടെ വലതുവശത്തേക്ക് പോയി. 1 കുട്ടിയാനയും 3 പശുക്കളെയും 2 ആനകളെയും ഒക്കെ തിരിച്ചിട്ടി. അങ്ങനെ പറയുന്ന എന്തോ ഒരു സംഭവമാണ്. അതാണ് കഥ, അതാണ്. എന്നിട്ട് ഇവരടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. ഗബ്രി അടുത്ത് ചോദ്യം ചോദിക്കുന്നു. ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു ലിവിംഗ് റൂമിൽ. എന്നിട്ട് ചോദ്യം ചോദിക്കുന്നു, അവരവിടെ ഇരുത്തുന്നു, അടുത്ത ആളെ വിളിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, ഇരുത്തുന്നു. അങ്ങനെയാണ് ചോദ്യങ്ങൾ. കോമളാങ്കൻ്റെ ആരാണ് വിശാലാക്ഷി? മുള്ളുവേലിയുടെ ഉയരം എത്ര? പിടിയാന എത്രണ്ണം ഉണ്ടായിരുന്നു? വേലിയുടെ ഏത് വശത്താണ് പുഴ ഉണ്ടായിരുന്നത്? ഏതൊക്കെ മൃഗങ്ങളെയാണ് തിരിച്ചു കിട്ടിയത്? പലർക്കും പല വെറൈറ്റി സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്. സെറ്റ് ചോദ്യങ്ങളാണ്. ആദ്യം ഗബ്രിയെ വിളിക്കുന്നു, പിന്നെ ജിൻഡോയെ, നന്ദനയെ, ജയദീപിനെ ഒറ്റയ്ക്കാണ് വിളിക്കുന്നത്. എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. വിശാലാക്ഷിയുടെ ആരാണ് കോമളാങ്കൻ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ജിൻഡോ. എല്ലാവരും ചിരിച്ച് മണ്ണ് കപ്പുന്നുണ്ട്. അങ്ങനെ പക്ഷെ സൂപ്പറായിട്ട് ഗബ്രി അതിനെ വീക്ഷിച്ചു. ഗബ്രി അതിന് കറക്റ്റ് ഗബ്രി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ഗബ്രിക്ക് നോമിനേഷൻ പേടിയാണെങ്കിലും ടാസ്ക് സൂപ്പറായിട്ട് ഗബ്രി ചെയ്തു. അത് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സിബിൻ ഇതേ സമയം ബാത്റൂമിലാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, വാ സിബിനും ശ്രീതുവും വന്നിരിക്കുക എന്ന് പറയുന്നു. പക്ഷെ അവർ കേൾക്കുന്നില്ല. സിബിൻ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിക്കുന്നു. ഇല്ല ശ്രീതു, ഞാൻ വരുന്നില്ല, എന്ത് കോൺസിക്വൻസസ് ഉണ്ടെങ്കിലും ഞാൻ തടുത്തോളാം, നീ പൊയ്ക്കോ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. അപ്പം നിങ്ങൾ പോയി സൈക്കോളജിസ്റ്റ്, എനിക്കൊന്നും കാണണ്ട, കേൾക്കണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോകണം. ആ തീരുമാനത്തിൽ തന്നെ സിബിൻ നിൽക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ജിൻഡോ ശരി ഉത്തരം 1 പറഞ്ഞു. നന്ദനയും ജയദീപും ശരി ഉത്തരങ്ങൾ 2 പറഞ്ഞു. ഗബ്രി ശരി ഉത്തരങ്ങൾ 3 പറഞ്ഞ് പവർ റൂമിൽ കയറാൻ അധികാരം നേടിയിരിക്കുന്നു എന്ന് പറയുന്നു. പവർ റൂം ബാൻഡ് വരുന്നു. പവർ റൂമിലെ എല്ലാവരെയും ആനയിച്ചുകൊണ്ട് നേരെ പൂവൊക്കെ എറിഞ്ഞുകൊണ്ട് മെയിൻ എൻട്രൻസിൽ നിന്നും വീടിനകത്തേക്ക് കൊണ്ട് കയറ്റുകയാണ്. ഇതാണ് ഇപ്പം ലൈവിൽ നടന്നു കഴിഞ്ഞത്. അപ്പം സിബിൻ്റെ കണ്ടീഷൻ വളരെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ സൈക്കോളജിസ്റ്റിനെ എന്തെങ്കിലും വിളിച്ച് കാണിക്കുക ബിഗ് ബോസ്, ഇല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇനിയൊട്ട് ഉപദ്രവിക്കാതെ വെളിയിലിറക്കുക. കാരണം അത്രയ്ക്കും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇവിടെയുള്ള ഒരാളെ കൊല്ലുകയാണെങ്കിൽ ഞാൻ കൊല്ലും, എനിക്ക് അങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി. ആ ഒരു സ്റ്റാൻഡിലാണ് സിബിൻ നിൽക്കുന്നത്. അത്രയ്ക്ക് മെൻ്റൽ പ്രഷറാണ്. ഒന്നുകിൽ ബിഗ് ബോസ് വിളിച്ച് കാര്യങ്ങളെ തിരക്കി കൺവിൻസ് ചെയ്ത് ഗെയിമിന് പറ്റിയ ഒരു മെറ്റീരിയലാണ് അങ്ങനെ നിർത്തുക, ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു വിടുക. ജാസ്മിൻ്റെ കേസ് പറഞ്ഞപ്പോഴും ഞാൻ ഇതായിരുന്നു പറഞ്ഞിരുന്നത്, ഗെയിമിന് പറ്റിയ ആളാണ്, പക്ഷേ അവരുടെ മെൻ്റൽ കണ്ടീഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവരുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്. അപ്പം അതൊന്ന് പരിഗണിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മസ്റ്റ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം, ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.